ഇതുണ്ടോ, ഈ കാലത്ത് ഇങ്ങനെയുള്ള മക്കളുണ്ട്. ഉമ്മമായും കൊണ്ട് മക്കളും കുടുംബവും വന്നതാണ്. നല്ല ഭംഗിയുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബേക്കൽ ബീച്ച് പാർക്ക്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടോ, വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അകത്തേക്ക് പോവാണ്. ഏകദേശം കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുവാണ്. പിന്നെ കല്ലുമ്മക്ക, ഇവിടെ കുറേ ഇതിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ ആണോ ഈ കാണുന്നതൊക്കെ ഇവിടെ വെൽക്കം ടു ദി ബേക്കൽ പെറ്റ് സ്പോട്ട്. അവിടെ കുറച്ചധികം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ സൈഡിലേക്ക് നോക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വാ, ആ സൈഡിലേക്ക് നോക്കാനാണെങ്കിൽ ചെറിയ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബൈക്ക് ആണത്. അവിടെ വാച്ചുകൾ, ഇവിടെ കുറച്ച് ക്ലോക്ക് ഐറ്റംസ്, പിന്നെ പെൺകുട്ടികളുടെ വള, കമ്മൽ, പിന്നെ അത്യാവശ്യം കുറച്ച് മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസുകളുണ്ട്. ചെറിയ വണ്ടി, ബൈക്ക് കാര്യങ്ങൾ, അതുപോലെ പൂജകൾ, പാത്രങ്ങൾ, സ്റ്റൗവ്. അങ്ങനെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള തുണിയും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കൽ ബീച്ച് പാർക്കിലേക്ക് നമ്മൾ നേരെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സാധനം വാങ്ങിക്കാനുള്ള ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ, അയാൾ ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടറാണ് ബേക്കൽ പെറ്റ് സ്പോട്ട്. ഇതിലാണ് പെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കയറണമെങ്കിൽ നമ്മൾ അണ്ണാന്, പാമ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനകത്ത് കൂടി ഇങ്ങനെ നടക്കുക. നേരെ പുറത്തേക്ക് പോകാം. ആൾ പറയുന്നത് അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിനൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മുമ്പിലേക്ക് നടക്കുക. നല്ല രസമല്ലേ കാണാൻ, ചെറിയൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അതിലേ പോകുന്നില്ല, നമുക്ക് ഇതിലേ കറങ്ങി പോകാമെന്ന് വെച്ചു. അവിടെ ഒരു കുഞ്ഞി കുട്ടി, അതുണ്ടോ, കസേരയൊക്കെ തന്നെ പൊന്തിച്ചുകൊണ്ട് പോയിട്ട് പോസ് അടിക്കാനുള്ള പരിപാടിയാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ ദൂരത്തേക്ക് നോക്കിയാൽ കാണുന്നുണ്ടോ, അതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റ് കാണാനുള്ള ബീച്ച്, അതായത് ബേക്കൽ ബീച്ച്. ഇവിടുത്തെ ഏറ്റവും മെയിൻ ഒരു സാധനമാണ് ആ ക്രെയിനയിൽ പൊന്തിച്ചവിടെ അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് അവിടെ നിർത്തി കടലുണ്ട്, നമുക്ക് ചായ കുടിക്കാം. ആണോ കുഞ്ഞാവ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നുണ്ട്. ചെറിയൊരു സൂമാക്സ് ബീച്ച് സ്റ്റുഡിയോ, അതിനകത്ത് സ്റ്റുഡിയോ കാര്യങ്ങൾ. ഇവിടെ വരുവാണെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ആ ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ഊഞ്ഞാൽ, അതുപോലെ തെന്നി കളിക്കാനുള്ള കുറേ ഐറ്റംസ്. ഇത് കണ്ടോ, ഇത് സംഭവം എന്താണെന്ന് പേരുണ്ടെങ്കിൽ കാണിച്ചു തരാം. റൈസ് അതുണ്ടോ, അതിലിരുന്ന് നമുക്ക് ചായ കുടിക്കാം. അതും കടലിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ അതിലൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങളെന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നില്ല അതിൽ കയറി. അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാം. ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും ഞങ്ങൾ മൊത്തത്തിൽ കാണും. അതുകൊണ്ടോ ഇവിടെയുള്ള പരിപാടികളുടെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കയറി കാണാൻ സാധിക്കുന്നത്. ഈ നമ്മുടെ ഈ ആഘോഷ
ട്രെയിനിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടോ ആകാശത്ത് ഇരിക്കുമ്പോൾ ഇതിൽ നമുക്ക് കടലും കാര്യങ്ങളൊക്കെ നമുക്ക് രക്ഷയില്ലല്ലേ ആയിരിക്കുന്നതാണ് തന്നെ. നൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മൂഡിലാവും. നമുക്ക് ഏകദേശം ഒരു കുറച്ച് പേർക്ക് അതിനകത്ത് ഇരിക്കുക അടിപൊളിയായിട്ട്. ഇതുണ്ടോ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി. അതിനകത്ത് ഇരുന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെയൊക്കെ ചുറ്റി കറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കാഴ്ച ഐസ്ക്രീമും സ്കൂപ്പും ടേസ്റ്റിയോ അല്ലെങ്കിൽ ഐസ്ക്രീം അവസാനം ഐസ്ക്രീം കിട്ടി. അത് വായിലൊക്കെ തുടച്ചുകൊണ്ട് വരുന്നുണ്ട്. ഗൈസ് എങ്ങനെയുണ്ടോ നമ്മുടെ ബേക്കൽ ബീച്ച്? അഭിപ്രായം പറയണം കേട്ടോ. അതുണ്ടോ ഒട്ടകം? അവിടെ 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 കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് അവിടെ അവിടെ കുതിര നിൽപ്പുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് അതുണ്ടോ, ആകാശത്ത് തൊട്ടിലിരുന്ന് ചായ കുടിക്കുക ഇവിടെ വന്നാൽ, അതും ക്രെയിനിൽ. അടിപൊളിയല്ലേ? ഒട്ടകം കണ്ടോ? ആള് ഭയങ്കര സങ്കടത്തിൽ കിടക്കുകയാണ്. പിന്നല്ലാണ്ട് ഗൈസ് അതുണ്ടോ, ആ നേരെ ആ കാണുന്നതാണ് നമ്മുടെ ബേക്കൽ കോട്ട. ആ നേരെ ഓപ്പോസിറ്റുള്ള ബീച്ചാണ് നമ്മുടെ ഈ ബേക്കൽ ബീച്ച് എന്ന് പറയുന്നത്. ഗൈസ് അതുണ്ടോ കുട്ടികളിങ്ങനെ ഏറ്റവും മുകളിലെത്തിയിട്ട് അവിടെ താഴെ കുറച്ച് വിടലേ. രസമല്ലേ ഇങ്ങനെ വിടാനാണ്. കുട്ടിക്ക് കുറച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ 4 വള്ളിയുണ്ട്. 4 മണിക്ക് കേൾക്കുന്നത് ഒറ്റ പലകയിലാണ്. പലകയല്ല ഒരു കമ്പിയുടെ. അതുകൊണ്ട് പൊട്ടത്തില്ല. നേരെ ആകാശത്തേക്ക് നേരെ കിടന്ന് നല്ലൊരു ആംബുലൻസുള്ളൊരു
ഇവിടെ കുട്ടികൾ കളിക്കാൻ കുറേ ലൈറ്റ് മോഡ് അറ്റാക്ക് ചെയ്യാവുന്നത്. ക്ലോസ് ഇട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിലോട്ട് കിടക്കാം. മുന്തിരി, ആപ്പിള്, കുറേ അച്ചാർ ഐറ്റംസുകൾ, ഉപ്പിലിട്ടത്, മാങ്ങ, പേരയ്ക്ക, ഇതുണ്ടോ മറ്റേ നമ്മളന്ന് മുറിച്ച ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, ഓറഞ്ച്, നാരങ്ങ, പിന്നെ പായസം മേള കൊല്ലം, കോഴിക്കോട് മലബാർ സ്നാക്സ്. അവിടെ ചേച്ചി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പാസ് എടുത്തിട്ട് വേണം നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് വാങ്ങിക്കാം. വയനാട് അട്ടപ്പാടി വനസുന്ദരി സുലൈമില്ല. ഇതെന്തായിട്ടോ? ഹെർബൽ ചിക്കൻ. ഇതിൽ ചേർക്കുന്ന മസാല ഇതിന്റെ നമ്മുടെ പച്ച മസാല ആണ്, നമ്മുടെ നാടൻ മസാല. ഓയിലൊന്നും ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ട് പച്ച കുരുമുളക്, കാന്താരി, പുതിന, മല്ലിയൊക്കെ നമ്മൾ ചപ്പായിട്ടാണ് എടുത്തിട്ട് മസാല ആക്കുന്നത്. എന്നിട്ട് ആ മസാലയിലാണ് ചിക്കൻ റെഡിയാക്കുന്നത്. ഇവിടെ വേറെ നെയ് റോസ്റ്റ് ഉണ്ട്, മസാല ദോശ ഉണ്ട്. ഇതാണ് മെയിൻ. ഇതാണ് മെയിൻ. ശരി ഗൈസ്, ആ കാണുന്നത് നമ്മുടെ ബേക്കൽ കോട്ട. അപ്പോൾ ബേക്കൽ കോട്ടയ്ക്ക് നേരെ എതിർഭാഗത്തുള്ള ബേക്കൽ ബീച്ചാണിത്. അപ്പോൾ ഈ ബീച്ചിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ പേരെന്താ? ഈ സാധനമാണിത്, ആ കടലിൽ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൽ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഊരി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടോ, ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ. ഇത് ആ കാണുന്നതാണ് നമ്മുടെ ആകാശത്തുനിന്ന് ചായ കുടിക്കുന്ന ക്രെയിൻ. അതെ, അതുപോലെ വേറൊരു കാഴ്ചയാണ്. ഇത് കണ്ടോ, ഒട്ടകത്തിനായിട്ട് വരുന്നുണ്ടോ. അതെ, അവിടം വരും, അതുകൊണ്ട് തിരിച്ചു പോയി കണ്ടോ. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഇതുണ്ടോ, ഈ കാലത്ത് ഇങ്ങനെയുള്ള മക്കളുണ്ട്. ഉമ്മമായും കൊണ്ട് മക്കളും കുടുംബവും വന്നതാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്കിതിനുള്ളിലേക്ക് പോകാം. കണ്ടോ, ഇതാണ് കല്ലുമ്മക്ക ബേക്കൽ ഫുഡ് 2015 ഫിനാലെ. കണ്ടോ, അടിപൊളി സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പയ്യെ നടന്ന് ഇതിനകത്തേക്ക് എത്തി. ഇതിനകത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. നല്ല അടിപൊളിയായിട്ട് ടേബിളും കസേരകളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരുത്തൻ പുലുവണി കളിച്ച് നടക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ സ്പോട്ട്. എന്ത് പരിപാടിയുള്ളത്? കോളേജിൻ്റെ പേര് ക്രാഫ്റ്റ് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫുഡ് കാര്യങ്ങളൊന്നുമില്ല, ഇത് മാത്രമല്ല. നോട്ടീസ് ബോർഡ്. ഓക്കെ, ശരി.
ഇവിടെ ഇത് പിസ്സ അല്ലേ? പിസ്സ ഗേറ്റ്വേ ബേക്കൽ. ഇത് നമ്മുടെ ചോറ്, കറി കാര്യങ്ങളൊക്കെ. ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ സൺസെറ്റ് സാധനങ്ങൾ. അതാണ് ഇവിടുത്തെ മെനു. ഫുള്ള് സെറ്റപ്പാണ്. ഷെഫ് ഉണ്ട്, ഷെഫിനെ നോക്കി. കെട്ടിക്കോളും. ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തൊക്കെ ഇറങ്ങി പോവാണ്. വേണ്ടോ കാറ് കയറി വരുന്നു. ഇവിടുത്തെ മറ്റേ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ ഫുഡിൻ്റെ അവരുടെ വണ്ടിയാട്ടോ. കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് തലമുടിയൊക്കെ ആ കുളമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെഫിൻ്റെ തൊപ്പിയുണ്ടോ? അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്കാം. ആണോ അങ്ങനെ അന്ന് പുറത്തേക്ക് പോവാണ്. ഇവിടെ മരത്തിലൊക്കെ 3 കളറൊക്കെ വെച്ചേക്ക്. അതെ MLA വരുന്ന നോക്കി. MLA ഫുഡ് അടിക്കാൻ വരിക. MLA ഇല്ല കേട്ടോ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. എനിക്കത് ഡ്രൈവർ അവിടെ പാർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ച്. അതെ നമ്മുടെ എൻട്രി സ്ഥലത്ത് നമ്മളെത്തി. അതെ ഫുള്ള് സെറ്റാണ്. കണ്ടോ ഇതാണ് നമുക്ക് നൈറ്റ് വ്യൂ. ഇവിടെ ബോർഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം അല്ലേ കേട്ടോ. ആരെന്ന് മനസ്സിലായോ? പോയില്ല, ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഓൾട്ടേക്ക് മറ്റേ ആശ്രമം മാവുങ്കാൽ അങ്ങോട്ട് പോകും. മല്ലു കിക്സ് ട്രാവൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ബേക്കൽ ബീച്ച് മൊത്തം നൈറ്റ് മൂഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ബീച്ചിൽ വന്നിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടില് പറയേ മറ്റേ ആകാശത്ത് നിന്ന് ചാടിക്കുന്ന ഒരിതുണ്ട്. ആകാശത്ത് നിന്ന് ചായ കുടിക്കാൻ പറ്റും. അതായത് കടപ്പുറം ഫുള്ളും കാണാം. ഒരു 10 പേർക്കെങ്കിലും അതിനകത്ത് സുഖമായിട്ടിരിക്കാം. അതിലിരുന്ന് അത് നേരെ ഹൈറ്റിലേക്ക് പോകും. നമ്മുടെ ക്രെയിനിലാണ് അതിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ അത് മുകളിൽ ചെന്നിട്ട് നമുക്ക് ആകാശ വ്യൂ അത് മൊത്തം കണ്ട് നമുക്ക് അത്ര ഹൈറ്റ് ചെയ്ത് നമുക്ക് ചായ കുടിക്കാം, സ്നാക്സ് കഴിക്കാം. അതുപോലെ അവിടെ നമുക്കിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വർക്കും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതുപോലെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റം ഫുഡുകളുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെയും ബൈ. ഞങ്ങളങ്ങനെ ഫൈനലി നോക്കിയാൽ മരത്തിൽ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടോ? നമ്മുടെ ടാറ്റയൊക്കെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഗൈസ് നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇനി നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അത് നമ്മൾ നാളെ വിടുന്നതായിരിക്കും.